ചോറിനോട് കൂടി കഴിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു കുട്ടി റെസിപ്പി കണ്ടാലോ? ഉണക്ക ചെമ്മീനും ചിരകിയ തേങ്ങയും വറ്റൽമുളകും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും അല്പം പുളിയും ചേർത്ത് നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇതുപോലൊരു പാൻ എടുത്ത് പാൻ ചൂടായി വന്നതിന് ശേഷം വറ്റൽമുളക് ഇതുപോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുകൊണ്ടുള്ളൊരു ഉപകാരം, നമ്മൾ നോർമൽ അടുപ്പിൽ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാറില്ലേ, അതിൻ്റെ ഒരു സെയിം ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. വറ്റൽമുളകും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും വാടുന്നത് വരെ ഇതുപോലെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ സെയിം പാനിൽ ഇതുപോലെ ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ഉണക്ക ചെമ്മീൻ ഫ്രഷ് ആണോ എന്നറിയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇത് മുന്നേ ഒന്ന് ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. കരിയാതെ വേണം നമ്മൾ നോക്കാൻ. നല്ലതുപോലെ കൈ എടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ മാറ്റിയതിന് ശേഷമാണ് ഞാൻ ആ സെയിം പാനിലോട്ട് തന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുളിയൊന്ന് ചേർത്ത് കൊടുക്കുക. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനായതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടും ഉപ്പുണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് വേവിക്കുന്നത്. അതുപോലെ തന്നെ കൈ എടുക്കാണ്ട് വേണം കേട്ടോ നമ്മളിത് ഇളക്കി കൊടുക്കാൻ. ഇത് മൂത്ത് വന്നതിന് ശേഷം എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചമ്മന്തിയുടെ കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മളിത് അരച്ചെടുക്കേണ്ടത്. കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല രുചിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ.